ഒരു കാലത്ത് ഈ നാട് അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർ ഈ മലയടിവാരത്ത് നിന്നുകൊണ്ട് ഒരുപാട് തവണ ചിന്തിച്ചു കാണും, ഈ മല തുരന്ന് അപ്പുറം കടക്കാൻ എന്താണ് വഴി. അങ്ങനെ ഒരു ദിവസം ഇവിടുത്തെ ആദിവാസി മൂപ്പനെയും കൂട്ടി ഇന്ന് നമ്മൾ കാണുന്ന ഈ വഴി അവർ കണ്ടെത്തി. അത് ഒരു ദുരന്തത്തിൻ്റെ കഥയായിരുന്നെങ്കിൽ ഇന്ന് കാലം മാറി. അന്ന് കാളവണ്ടികൾ ഉരുണ്ടു നീങ്ങിയ വഴികളിലൂടെ വലിയ വലിയ ട്രക്കുകളും യാത്രാവാഹനങ്ങളും ഓടാൻ തുടങ്ങി. കഥകൾ മാറി, മറ്റു പുതിയ വഴികൾ തന്നെ കണ്ടെത്തി തുടങ്ങി. ഒരുപാട് കാഴ്ചകൾ കാണാനും ജീവിതങ്ങൾ കെട്ടിപ്പടുക്കാനും ഈ മലയും കുന്നുകളും താണ്ടി വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെ ഞരങ്ങി നീങ്ങി മൈസൂരിലേക്കും ബാംഗ്ലൂരുവിലേക്കും വാഹനങ്ങൾ കുതിച്ചു പാഞ്ഞപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ ചരക്കുകളുമായി ഒരുപാട് ചരക്ക് ലോറികൾ അപകടം പിടിച്ച ഇടുങ്ങിയ ഈ പാതയും താണ്ടി നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വന്നു. ഇന്നും ബ്ലോക്കും അപകടങ്ങളും ഒക്കെയായി ഈ ചുരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും താമരശ്ശേരി ചുരത്തിൻ്റെ സൗന്ദര്യം എന്നും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിവാരത്ത് കൂടിയാണ്. ഇവിടെ വെച്ചാണ് ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് വളഞ്ഞു പുളഞ്ഞ വഴികളും കയറ്റങ്ങളും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ബ്ലോക്കുകളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതാം. കാരണം ഏതെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ പിന്നെ ചുരം മൊത്തം ബ്ലോക്കാവും. എന്ത് ബ്ലോക്ക് തന്നെയായാലും യാത്രക്കാർ തിരഞ്ഞെടുക്കുന്നത് ഈ വഴി തന്നെയാണ്. കാരണം ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചയാണ് ഈ വഴി നമുക്ക് സമ്മാനിക്കുന്നത്. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ചുരത്തിലൂടെയുള്ള യാത്ര. നിങ്ങളാരെങ്കിലും ഇതുവരെ ഇതുവഴി വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുവഴി ഒന്ന് വന്ന് നോക്കണം. അത്രയ്ക്കും മനോഹരമാണ് ഇതുവഴിയുള്ള യാത്ര. കോഴിക്കോട് നിന്ന് വരുന്നവർക്കൊക്കെ ചെറിയ വാഹനങ്ങൾക്കൊക്കെ കുറ്റ്യാടി ചുരം വഴി സുഖമായിട്ട് പോകാൻ പറ്റും. കാരണം തിരക്കൊക്കെ കുറവാണ് അതുവഴിയുള്ള യാത്ര. പക്ഷേ അതിനേക്കാളും അടിപൊളിയാണ് ഇതിലൂടെയുള്ള യാത്ര. അതുകൊണ്ടാണ് എല്ലാവരും ഈ വഴി തന്നെ തിരഞ്ഞെടുക്കുന്നത്. അത്രയ്ക്കും സൂപ്പറാണ് ഇതുവഴിയുള്ള കാഴ്ചകൾ. ചില സമയത്തൊക്കെ ഈ വഴികളൊക്കെ കോടമഞ്ഞ് വന്ന് മൂടും. രാവിലെ തന്നെയുള്ള യാത്രയാണെങ്കിൽ ചെറിയ തണുപ്പൊക്കെയായി സ്വപ്നം പോലുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാൻ പറ്റും. ഇവിടെ സ്പീഡ് കുറച്ച് പോകാനുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓവർടേക്കിങ്, അമിതമായ വേഗത, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അത്യാവശ്യം റോഡിന് വീതിയൊക്കെയുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമേ കുറഞ്ഞ വീതിയായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ചിലപ്പോഴൊക്കെ വലിയ വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടാൻ കാരണം അവർ ലോങ് ഓടിച്ചു വരുമ്പോഴേ, രാത്രിയിലൊക്കെ ഉറങ്ങാതെയൊക്കെ ഓടിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അപകടങ്ങളൊക്കെ ആട്ടോ ഉണ്ടാവാറുള്ളത്. ഈ റൂട്ട് പൂർണ്ണമായും വനത്തിൽ കൂടി തന്നെയാട്ടോ ഉള്ളത്. വനത്തിൽ കൂടെയുള്ള യാത്രയായതിനാൽ വല്ലാത്ത ഒരു അനുഭൂതിയാട്ടോ നമുക്കുണ്ടാവുക.
ഇത് വയനാട് ചുരം എന്നൊക്കെ പറയുമെങ്കിലും ഈ ചുരം ശരിക്കും കോഴിക്കോട് ജില്ലയിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാത 766 ഭാഗമാണ് ഈ റൂട്ട്. കോഴിക്കോട് ജില്ലയിലെ അടിവാരത്ത് നിന്ന് തുടങ്ങി വയനാട്ടിലെ ലക്കിടിയിൽ നമ്മൾ എത്തുമ്പോൾ ഈ ചുരം 12 കിലോമീറ്റർ പിന്നിട്ടിരിക്കും. കൂടെ 9 ഹെയർപിൻ വളവുകളും പിന്നിട്ട് മുകളിൽ നമ്മൾ എത്തുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 2625 അടി ഉയരത്തിൽ എത്തിയിരിക്കും നമ്മൾ. ചുരം കയറി മുകളിലെത്തുമ്പോൾ 9ാമത്തെ ഹെയർപിൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്നും നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കോഴിക്കോട് ഭാഗത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആകാശ ദൃശ്യം നമുക്കവിടെ നിന്ന് ദൃശ്യമാവും കേട്ടോ. പക്ഷേ നമുക്ക് വലിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ സൈഡിലൊന്നും നിർത്തി കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. കാരണം ബ്ലോക്ക് ആവും മറ്റു വാഹനങ്ങളൊക്കെ വന്ന്. ശരിക്കും ചുരം കയറിപ്പോയി കുറച്ച് മുന്നോട്ട് പോയി അവിടെ എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് വന്ന് കാണാനേ പറ്റൂ. കാരണം ഇപ്പോൾ ചുരത്തിൻ്റെ സൈഡിലൊന്നും പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇവിടെയൊക്കെയാണ് കുറച്ച് വീതി കുറവായിട്ട് തോന്നുന്ന ഭാഗങ്ങൾ. സുഖമായിട്ട് 2 വാഹനങ്ങളൊക്കെ കടന്നു പോകും ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ. ഇതാണ് ഈ സൈഡിലൊക്കെ ഒരു വാഹനം കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം 2 സൈഡിൽ നിന്ന് കൂടി വാഹനങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ വരുന്ന ചരക്ക് ലോറികൾക്കൊക്കെ ലോഡുമായിട്ട് കയറിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലെ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഭാഗാട്ടോ താമരശ്ശേരി ചുരം. നമ്മുടെ കേരളവുമായിട്ട് ഏറ്റവും ചരക്ക് നീക്കം നടക്കുന്ന ഒരു പ്രധാന പാത കൂടിയാണിത്.
ഇടയ്ക്കിടെ ഉണ്ടാവുന്ന മണ്ണിടിച്ചിൽ ചുരത്തിലെ ഗതാഗതത്തെ പലപ്പോഴായിട്ട് ബാധിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ബദൽ റോഡിൻ്റെ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു തുരങ്കപാതയുടെ പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ചരക്ക് വാഹനങ്ങൾ, അങ്ങനെ തന്നെ ആംബുലൻസ്, ഇതുപോലുള്ള വാഹനങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് അതാത് സ്ഥലങ്ങളിൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കും. ഇപ്പോഴും വയനാട് ജില്ലയിലുള്ളവർ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കോഴിക്കോട് ജില്ലയിലെ ആശുപത്രികളെയാണ് മികച്ച ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത്. അപ്പം അതുപോലുള്ള സന്ദർഭങ്ങളിൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി തുരങ്കപാത പോലുള്ള ബദൽ മാർഗങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ ഈ ചുരത്തിലെ അവസാനത്തെ ഹെയർപിൻ ബെൻഡ് എത്തിയിരിക്കുകയാണ്. ഇതാണ് 9ാമത്തെ ഹെയർപിൻ ബെൻഡ്. ഇവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ച. നമുക്ക് ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ നിർത്തി കാണാൻ സാധിക്കില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു വരണം. ഇവിടെ പാർക്കിംഗ് അനുവദിക്കില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ പോവുകയാണ്. ഇതാ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം മലയുടെ മുകളിൽ നിന്നും പാറക്കഷ്ണങ്ങളും മണ്ണൊക്കെ ഒലിച്ചു വന്ന് റോഡ് ബ്ലോക്കായി ഇരുന്ന സ്ഥലം. അന്ന് 2 ദിവസം ചുരം ബ്ലോക്കായിരുന്നു. ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്യാൻ വേണ്ടി. കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ആ വഴി കണ്ടെത്തിയ ആദിവാസി മൂപ്പൻ്റെ സ്മാരകം ഒക്കെ ഉള്ളത്. ബ്രിട്ടീഷുകാർ കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പൻ്റെ സഹായത്താലാണ് ഈ വഴി കണ്ടെത്തിയതെന്നും അതിൻ്റെ നാണക്കേട് മറക്കാൻ വേണ്ടി അദ്ദേഹത്തെ ചതിച്ചു കൊന്നു എന്നുമാണ് ഐതിഹ്യം. ചതിയാൽ മരണപ്പെട്ട കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഇരുമ്പ് ചങ്ങലയാൽ തളച്ചു എന്നും വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നേരെ പോവുകയാണ്.
ഗോപാൽസ്വാമി ബേട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഗോപാൽസ്വാമി ബേട്ടിലെ കാഴ്ചകളും ഒരു അടിപൊളി ഗോപാൽപുര ഗ്രാമക്കാഴ്ചകളുമൊക്കെയായി അടുത്ത വീഡിയോയിൽ കാണാം.